സിജെപി അല്ലെങ്കിൽ നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടി. അതാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു മെയിൻ ടോപ്പിക് അതാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഇതിനെപ്പറ്റി ഒരു റീലോ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷനോ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അൽഗോരിതത്തിന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അൽഗോരിതത്തിന് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. അതെന്തേലും ആട്ടെ. ഇപ്പൊ സിജെപി നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടി അത് ശരിക്കും തുടങ്ങി എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം പേർക്കും അറിയാന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അറിയാൻ പാടില്ലാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഒരു ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ ഒരു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ന്നാ പുള്ളിയുടെ പേര്. പുള്ളി നമ്മുടെ ഈ ഒരു കോടതിയിൽ ഇരുന്നിട്ട് എന്തോ കാര്യത്തിന് എന്ത് കാര്യത്തിന് എനിക്കറിയാൻ പാടില്ല. ഇന്ത്യയിലുള്ള യൂത്തുകളെല്ലാം കോക്രോച്ചസുകളാണ്, പാരസൈറ്റുകളാണെന്നും പറഞ്ഞ് ഒരു ഡയലോഗ് പറഞ്ഞു. അപ്പൊ അതാണ് ശരിക്കും ഈ പാർട്ടി തുടങ്ങാനുള്ള ഒരു ടിപ്പിംഗ് പോയിന്റ് എന്ന് പോലെ പറയാം. ആ ഒരു മെയിൻ സംഭവം അതാ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട്. പക്ഷെ ഇതാണ് ശരിക്കും ഈ ഒരു പോയിന്റിലാണ് ഈ ഒരു ചെറിയൊരു സ്പാർക്ക് വീണതിന്റെ പേരിലാണ് ശരിക്കും ആ കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള പേര് വരെ വന്നത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാരണങ്ങൾ നോക്കി പോയി കഴിഞ്ഞ് കഴിഞ്ഞാ കാരണങ്ങൾ മാത്രമേ നാട്ടിൽ കാണാറുള്ളൂ. കാരണം നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഇതിന് കുറച്ച് ദിവസം മുമ്പ് വരെ നമ്മുടെ നീറ്റിന്റെ എക്സാമിന്റെ പേപ്പർ ലീക്കായി. അത് ലീക്കായി എത്ര പിള്ളേര് ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് അത് എന്തൊക്കെ കഷ്ടപ്പെട്ട് ചിലവന്മാര് വെറുതെ നടന്നവന്മാരുണ്ട്. എന്നെപ്പോലെ വെറുതെ പോയി എക്സാം എഴുതി വന്ന് തോറ്റവന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല. ആക്ച്വലി എഫോർട്ട് ഇട്ട് മണിക്കൂറുകളും വർഷങ്ങളും വർഷങ്ങളൊക്കെ എടുത്ത് ഒരു വർഷമൊക്കെ ഇരുന്ന് നമ്മള് കോച്ചിങ്ങിനൊക്കെ പോയിട്ട് നീറ്റിനെ പ്രിപ്പയർ ചെയ്തിട്ട് വന്നു കഴിഞ്ഞപ്പോ അതേ "ഓമ്പിക്കോ മലരേ" എന്നും പറഞ്ഞുള്ള രീതിയിൽ അവന്മാര് പേപ്പർ ലീക്ക് ആയെന്നും പറഞ്ഞ്. അതിപ്പോ അത് നമ്മള് എക്സാമിന് പോകുമ്പോ കാണണം. ഷർട്ട് ഊരിക്കുന്നു, പാന്റ് ഊരിക്കുന്നു, ഷഡ്ഡിക്കകത്ത് കീറി തപ്പുന്നു, എന്തൊക്കെ തപ്പലാണെന്ന്. എന്നിട്ട് പേപ്പർ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിന് സെക്യൂരിറ്റി വെക്കാൻ ഒരു നയന്റെ മക്കൾക്ക് ഇവിടെ പറ്റുണ്ടായിരുന്നില്ല. അതെന്തേലും ആട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടില് എല്ലാ നാട്ടിലുള്ള പയ്യന്മാരും പുറത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാ. കാരണം എന്നാ നാട്ടില് നമുക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ സാലറി ഇല്ല. ലോകത്തെ എല്ലാ കൺട്രികളിലും മിനിമം പേ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നാട്ടിൽ അങ്ങനെ ഒരു സാധനമില്ല. നാട്ടില് പണിയെടുക്കുന്നവര് മറ്റേ വേലക്കാര് ലിറ്ററൽ സ്ലേവ്സ് ആയിട്ടാ പണിയെടുക്കുന്നത്. ഞാനൊരു കോർപ്പറേറ്റ് സേവ് എനിക്കറിയാം. നമ്മൾക്ക് ഓവർ ടൈമിന് പേ ഇല്ല. വീക്കെൻഡ് വർക്ക് ചെയ്താൽ പേ ഇല്ല. ഒരു മാങ്ങാണ്ടിയും തരില്ല. എന്ന് കഴിഞ്ഞാൽ നമ്മള് മറ്റേ നമ്മുടെ സിഇഒനേക്കാളും ഡെഡിക്കേഷനും നമ്മള് കമ്പനിക്ക് വേണ്ടി നമ്മുടെ ജീവൻ കൊടുത്ത് വർക്ക് ചെയ്യണമെന്നൊക്കെയാ അവന്മാര് പറയണേ. അങ്ങനെ കുറെ എണ്ണങ്ങള്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രീയക്കാര്. രാഷ്ട്രീയക്കാരുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം അവര് പല വഴിയിലും തിരിച്ചുവിട്ട് എന്തൊക്കെയാന്ന് ഞാൻ പറയാണല്ലോ. മറ്റേ ഓ ഇവനാണ് പ്രശ്നം, അവനാണ് പ്രശ്നം, ഈ കൂട്ടരാണ് പ്രശ്നം, ആ കൂട്ടരാണ് പ്രശ്നം. നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തല്ലിപ്പിച്ചിട്ട് അവന്മാര് നമ്മുടെ പോക്കറ്റീന്നല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ വയറ് കീറി കിഡ്നി എടുത്തോണ്ട് പോണ രീതിയിലാ അവന്മാര് നമ്മളെ കൊണ്ട് ഇപ്പം നടക്കുന്നത്. റോഡ് ഇതിന് നമ്മുടെ റോഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചന്ദനുള്ള റോഡ് പോലെയൊന്നും അല്ല. കാരണം നമ്മളും തന്നെ കണ്ടിട്ടുണ്ട്. ഡൽഹിയില് മറ്റേ കുഴിക്കകത്ത് വീണ് മരിക്കുന്നു. മറ്റേ പുഴയ്ക്കകത്ത് മറ്റേ പുഴയല്ല, വെള്ളം കെട്ടിക്കിടന്നതിന്റകത്ത് വീണ് മരിക്കുന്നു. ഓടയ്ക്കകത്ത് വീണ് മരിക്കുന്നു. നമുക്ക് എടീ ലോകത്തെ ടോപ്പ് 4 ആയിരുന്നു. നമ്മളിപ്പോ 5ഓ 6ഓ എങ്ങാണ്ടായി ജിഡിപിയില്. ആ ടോപ്പ് നിൽക്കുന്ന കൺട്രിയിലെ അവസ്ഥ ഈ കിടക്കുന്ന ഈ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ലോജിക്കാടെ അതിന്റകത്തുള്ളെ. എന്നിട്ട് ഇങ്ങനെ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങിയില്ലെങ്കിലേ അത്ഭുതം ഉണ്ടായിരുന്നുള്ളൂ. ഒരാഴ്ച കൊണ്ട് നമ്മുടെ നാട്ടിലെ യൂത്തുകൾ ഒരാഴ്ച കൂടുതലായിട്ട് ജസ്റ്റ് ഒരാഴ്ച മുകളിലായിട്ടുള്ളൂ. അതിനുള്ളില് ഒരു പാർട്ടി ചുമ്മാ ഒരു സട്ടയർ പാർട്ടി തുടങ്ങിയത് ഇത്രയും 20 മില്യൺ പ്ലസ് ഫോളോവേഴ്സ് ആവണെങ്കി നമ്മൾ ആലോചിച്ച് നോക്കണം. നമുക്ക് അത്രയ്ക്കും സഹികെട്ടാണ് നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്നത് എന്നുള്ളൊരു അവസ്ഥയിലാ വന്ന് നിൽക്കുന്നത്. അല്ലാതെ ഞാൻ പറയണ ഈ പാർട്ടിയുടെ വലിയ മഹത്വമൊന്നും ഞാൻ പറയില്ല. കാരണം ചിലപ്പോ ഈ പാർട്ടി വെറുതെ ഇപ്പൊ ഒരു ട്രെൻഡ് വന്ന പോലെ നമ്മുടെ ഇഷ്ടംപോലെ ട്രെൻഡുകളുണ്ടല്ലോ. മറ്റേ ഇല ഇളകി വണ്ടിയുടെ മുമ്പിൽ ചാടുന്ന ഒരു ട്രെൻഡൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഒത്തിരി നമ്മുടെ ഇങ്ങനെ വന്നു പോകുന്ന ഇഷ്ടംപോലെ ട്രെൻഡുകളുണ്ട്. അതുപോലൊരു ട്രെൻഡായിട്ട് ചിലപ്പോൾ വന്നങ്ങ് തീർന്നു പോയതായിരിക്കും. പക്ഷേ ഇതിന്റെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള ആൾക്കാർക്ക് ശരിക്കും മനസ്സ് മടുത്ത് അല്ലെങ്കിൽ നമുക്കൊരു ഔട്ട്ലെറ്റിൽ അല്ലെങ്കിൽ നമുക്കൊരു ഓപ്ഷനിൽ എന്തേലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന രീതിയിലാണ് ഈ പാർട്ടി വന്നപ്പോഴത്തേനും ആൾക്കാര് അതിന്റെ അകത്ത് കൂടിയത്. ഇപ്പൊ നമ്മുടെ ഇഷ്ടംപോലെ ആൾക്കാര് പറയും ഇവരൊന്നും ചെയ്തിട്ടില്ല, സിജെപി ഒന്നും ചെയ്തില്ല. മറ്റേ കോൺഗ്രസ് വർഷങ്ങളായിട്ട് മറ്റേ മാങ്ങാത്തൊലി കാണിച്ചു, ബിജെപി ഇങ്ങനെ കാണിച്ചു, മറ്റവരിങ്ങനെ തൊലിച്ചു എന്നിട്ട് ഇഷ്ടംപോലെ ഡയലോഗുകൾ പറയുമായിരിക്കും. ഓക്കെ. അതൊക്കെ ശരിയാണ് സംഭവിച്ചു. പക്ഷേ ഇത്രയും നാള് സംഭവിച്ചിട്ടും നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളൊന്നും സോൾവ് ആക്കാൻ ഇവന്മാർക്ക് ആർക്കും പറ്റിയിട്ടില്ല. ഈ എല്ലാ പാർട്ടിയിലും ഞാൻ ഒരു പാർട്ടിയും സപ്പോർട്ട് ചെയ്യണില്ല. എല്ലാ പാർട്ടിയിലും കുറെ പിഴച്ച ഡാഷ് മക്കളുണ്ട്. മോളിലിരിക്കുന്നതും തൊട്ട് താഴെ നിൽക്കണവരെ വരെ. കൈക്കൂലി വാങ്ങിക്കാനും മറ്റേ സ്വന്തം കൂട്ടരെ കേറ്റാൻ വേണ്ടി സ്വന്തം കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കാലിൽ നക്കുന്നവർക്കും അല്ലെങ്കിൽ പുള്ളിയുടെ കൂടെ പോയി കുനിഞ്ഞ് നിന്ന് കൊടുക്കുന്നവർക്കൊക്കെ കേറ്റാൻ വേണ്ടി കുറെ എണ്ണങ്ങള് നാട്ടിലുള്ളവന്മാര് വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടി വേറെ കുറെ എണ്ണങ്ങള് മോളിലിരിക്കണവന്മാര് പെട്രോളിന്റെ ഡീസലിന്റെ കാര്യമൊന്നും പറയാനില്ല. ക ഇലക്ഷൻ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പത്തിന് 2 പ്രാവശ്യമൊക്കെയാ പെട്രോളിന്റെ വില കൂട്ടിയത്. ഒരു നമ്മളൊന്നും തിരിച്ച് പറയാനില്ല അല്ലെങ്കിൽ നമുക്കൊന്നും ആരും ഒന്നും പറയില്ലാന്നുള്ള ധൈര്യമാണ് ഈ മോളിൽ ഇരിക്കണവന്മാര് ഇമ്മാതിരി ചെറ്റത്തരം കാണിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ശരിക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാ 4ഉം 5ഉം അല്ലെങ്കിൽ എത്ര പീഡന കേസൊക്കെയാന്ന് അറിയില്ല. പട്ടാപ്പകല് പബ്ലിക്കലി പീഡിപ്പിച്ചവന്മാരെയൊക്കെ പിടിച്ച് മന്ത്രികളും എംപിയൊക്കെ ആക്കി നിർത്തിയേക്കുവാ നോർത്ത് ഇന്ത്യയിലൊക്കെ.
എന്നിട്ട് എന്ത് ചോദിച്ചാലും അന്നേരം ഓരോരോ ഡയലോഗ് പറയും. ഇതിനെതിരെ ഡയലോഗ് പറയാനില്ല. പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസും അങ്ങനത്തെ ഇങ്ങനൊക്കെ ആയി പോവും. അതെന്തേലും ആവട്ടെ കുറേ കിഴങ്ങന്മാരുണ്ട്. അതിന്റെ കൂടെ തന്നെ സാധാ വേറെ ഏതെങ്കിലും രാജ്യത്താണെങ്കിൽ നമ്മള് ഇങ്ങനത്തെ കാര്യങ്ങൾ മന്ത്രിമാര് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മള് മീഡിയയാണ് പുറത്തുവിടുന്നത്. നമ്മുടെ നാട്ടിലെ മീഡിയ ആണെങ്കിലോ ഇവന്മാരുടെയും കൂത്തി നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാ മീഡിയ പുറത്തുവിടുന്നത്? നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ആ നോർവേയിലെ പെണ്ണുമ്പിള്ള നമ്മുടെ ലോകത്തെ ഏറ്റവും ഫ്രീസ്റ്റ് പ്രസ്സുള്ള രാജ്യം നോർവേ. പുള്ളിക്കാരത്തി ചോദിച്ചെന്നും പറഞ്ഞ് നോർവേ. പുള്ളിക്കാരത്തി ചോദിച്ചെന്നും പറഞ്ഞ് പുള്ളിക്കാരത്തിക്കെതിരെ പുള്ളിക്കാരത്തിയുടെ അക്കൗണ്ട് വരെ ബാൻ ചെയ്യിപ്പിക്കാൻ നടക്കാ. നാട്ടിലിപ്പോ സിജെപി വന്നതിന് സിജെപിയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ നടക്കുന്നു. സിജെപിനെ പറ്റി എന്തൊക്കെ ഫേക്ക് ബോട്ട് ക്ലെയിമുകൾ അവന്മാർ അടിച്ചു വിടുന്നത് കണ്ടോ? മറ്റേ സിജെപി ഫോളോവേഴ്സ് 90 അല്ല 50% പാകിസ്ഥാനീന്നാണ്. മറ്റേ സിജെപിയുടെ ആ പാർട്ടി ജസ്റ്റ് ഒരാഴ്ച ആയപ്പത്തേനും അവർക്ക് പേടിയാ. കാരണം നാട്ടിലെ യൂത്ത് എഴുന്നേറ്റ് വരും. എഴുന്നേറ്റ് അവർക്കെതിരെ പ്രതികരിക്കുമെന്ന് പേടിയായതുകൊണ്ട് ഇവന്മാര് എന്തൊക്കെ പ്രൊപ്പഗാൻഡ അടിച്ചു വിടുന്നറിയോ ഇതിനെപ്പറ്റി. കഴിഞ്ഞ ദിവസം അവനാ തുടങ്ങിയ പുള്ളിക്ക് അഭിഷേക് എന്ന് പറഞ്ഞവന് ഡെത്ത് ത്രെറ്റ് അവന് വധഭീഷണി വന്നു. അവന്റെ കാസ്റ്റ് എടുത്തിട്ട് അവൻ മറ്റേ ദളിതാന്നും പറഞ്ഞ് അതിനെതിരെ അറ്റാക്ക് ചെയ്യാൻ കുറെ എണ്ണങ്ങള്. ഇവന്മാർക്കൊന്നും നാണമില്ലേന്ന് ഞാൻ ആലോചിക്കണത്. അതും ഇതൊന്നും പറയാനില്ല. കുറെ കിഴങ്ങന്മാരുണ്ട്. എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ഒരു വാക്കും ചൊല്ലിക്കൊണ്ട് ഞങ്ങളുടെ കൂട്ടരാണ്, അവരുടെ കൂട്ടരാണെന്ന് പറഞ്ഞ് കുറെ കിഴങ്ങന്മാർ ഓടി ഇറങ്ങി നടക്കുന്നുണ്ട്. ഓഹ്! വിവരം കെട്ടവന്മാര്. അതൊരു സൈഡ്. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് നമ്മുടെ നാടിന്റെ അവസ്ഥ കണ്ട് ഫ്രസ്ട്രേറ്റഡ് ഇരിക്കുന്ന ആൾക്കാര് എന്തേലും ഉണ്ടെന്ന് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഞാൻ ഒത്തിരി പേരുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ആൾക്കാര് പ്രതികരിക്കുമായിരുന്നല്ലോ. അപ്പൊ ഈ സിജെപി തുടങ്ങിയപ്പോ ഇത്രയും ഒരാഴ്ച കൊണ്ട് 20,000,000 ഫോളോവേഴ്സ് വന്നപ്പോ ഇപ്പളാ എനിക്ക് മനസ്സിലായത് ഇപ്പളും നമ്മുടെ നാട്ടില് ആക്ച്വൽ ബ്രെയിൻ ഉള്ളവര് തലയ്ക്കകത്ത് തലച്ചോറുള്ള ആൾക്കാര് ഇതിനെയൊക്കെ കണ്ട് മടുത്ത ആൾക്കാരുണ്ടെന്നുള്ളതിനൊരു ഒരു ഒരു ചെറിയ ഹോപ്പ് വന്നത് എനിക്ക് ഈ സിജെപി വന്നപ്പളാ. സിജെപിനെ പറ്റി തന്നെ പറയാനുള്ളൂ. അവന്മാരൊരു 4, 5 മാനിഫെസ്റ്റോ ഒക്കെ ഉണ്ട്. മാനിഫെസ്റ്റോ ഒരു 5 ഐഡിയോളജി ഒക്കെ അവര് പറയുന്നുണ്ട്. അതൊക്കെ നല്ല രസാണ്. ഞാൻ ചുമ്മാ ഒരു അവരുടെ പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടെ നാട് ശരിക്കും നന്നാവണം. കാരണം ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്ക്. ഇന്ത്യ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ലോകത്തെ ഏറ്റവും ഇഷ്ടം പോലെ ലോകത്തിന്റെ ഈ ലോകം ഇന്ന് നിലനിർത്താൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുത്ത് കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാ. നമ്മുടെ ആൽജിബ്ര കണ്ടുപിടിച്ചത് സീറോ എന്നുള്ളത് ലോകം ഇന്ന് ഈ ലെവലിലെത്തുന്നൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഇന്ത്യന്നാണ് വന്നേക്കുന്നത്. മറ്റേ റോമൻ ന്യൂമറൽസിന്റെ സംഭവമൊക്കെ ഹിസ്റ്ററിയൊക്കെ തപ്പി പോയി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വന്നേക്കുന്നത് നമ്മുടെ പഴയ ഹിസ്റ്ററി, നമ്മുടെ പണ്ടത്തെ ടെമ്പിൾസും കുറെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്ന് നമ്മളാണ്. ഇന്നിപ്പോ ഈ നമ്മൾ ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ത്യൻ എന്നുള്ള കാര്യത്തിൽ പ്രൗഡാ. പക്ഷെ ഇപ്പൊ എന്നോട് ഏതെങ്കിലും പുറത്തുള്ള ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ റീസെന്റ്ലി സംഭവിച്ച എന്തെങ്കിലും കാര്യം ദാറ്റ് യു ആർ പ്രൗഡ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പറയാനൊന്നുമില്ല. ആ നിലയിലാക്കി വെച്ചേക്കും ഇന്ത്യയുടെ അവസ്ഥ. എനിക്ക് എനിക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ലാത്ത നിലയില്. കുറച്ച് നാൾ മുമ്പാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോ ദെയർ ഈസ് ലിറ്ററലി നത്തിങ്. ആ അവസ്ഥയാണ് നമ്മളിപ്പോ. ഇതൊക്കെ മാറിയിട്ട് ശരിക്കും ഇന്ത്യ മോളിൽ കേറി വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മളിപ്പോ നമ്മളല്ല ഇപ്പൊ ആൾക്കാര് പൊതുവെ പറയുന്നത് നമ്മുടെ ജിഡിപിയുടെ സാധനം എടുത്തിട്ടാ. നമ്മള് ഗ്രോസ് ഡൊമസ്റ്റിക് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് മോളിലുണ്ട് ടോപ്പ് 5ലോ 6ലോ എങ്ങാണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടിരിപ്പുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാ നമ്മുടെ ഈ മോളിൽ നിൽക്കുന്ന 1% കുറെ നായിന്റെ മക്കളുണ്ട്. അവന്മാരുടെ കാശ് നമ്മുടെ ലോകത്ത് ഇന്ത്യയിലുള്ള എല്ലാവരുടെയും കാശ് അവന്മാര് കുമിഞ്ഞു കൂടി പിടിച്ചോണ്ടിരിക്കും. ഒരു ഡാഷ് മോൻ അംബാനി, ഒരു ഡാഷ് മോൻ അദാനി അങ്ങനെ 2, 3 ഡാഷന്മാരുണ്ട്. ഇവന്മാര് കാരണമാണ് നമ്മുടെ ഇന്ത്യയുടെ ഫുള്ള് വെൽത്ത് നോക്കുമ്പോ വെൽത്ത് ഉണ്ട്. ഓക്കെ. പക്ഷെ അതേ സെയിം സമയത്ത് ഇതല്ല നമ്മൾ നോക്കേണ്ടത്. പെർ ക്യാപിറ്റ ഇൻകം എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തേരം കാശ് പെർ ക്യാപിറ്റൽ ആവറേജ് ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥാനം 172ാമതെയാ. ബംഗ്ലാദേശ് നമ്മുടെ മോളിലാ, സൗത്ത് ആഫ്രിക്ക നമ്മുടെ മോളിലാ, അതിലും താഴെയാ നമ്മള്. ഇത് അതൊന്നും നമ്മുടെ നാട്ടിലെ ഗോദി മീഡിയ നമ്മുടെ ആ കിഴങ്ങന്മാരുടെ മീഡിയ ഇതൊന്നും പുറത്ത് കാണിക്കില്ല. കാരണം പുറത്ത് കാണിച്ചാൽ സത്യം പുറത്ത് വരും. അതുപോലെ തന്നെ നമ്മുടെ കറപ്ഷൻ റാങ്കിങ് ഒരു വെബ്സൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് തപ്പി നോക്കി കാണാം. അതിന്റകത്ത് കറപ്ഷൻ റാങ്കിങ്ങകത്ത് സ്കോർ അവര് തന്നെ. ഇപ്പൊ ടോപ്പ് 100ൽ എത്ര എടുത്തത്തെ അത്രയും ക്ലീൻ എന്നുള്ള രീതിയിലാ. നമ്മുടെ ഇന്ത്യയുടെ സ്കോർ എത്രയാണ് കറപ്ഷന്റെ അകത്ത്? 39. അതാണ് നമ്മുടെ ഇന്ത്യയുടെ റാങ്കിങ്. 100ല് 39. അത്രയ്ക്കും ഫക്കിങ് കറപ്റ്റഡ് ആണ് നമ്മുടെ കൺട്രി എന്നാണ് ഇവര് പറയുന്നത്. എനിക്കും തോന്നുന്നുണ്ട്. കാരണം നമ്മൾ തന്നെ ആലോചിച്ച് നോക്ക്. നമുക്ക് ഒരു വീട് പണിയണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എത്ര പേർക്ക് കൈക്കൂലി കൊടുത്താലും എന്തേലും നാട്ടിൽ തുടങ്ങാൻ പറ്റുന്നെ. നമ്മള് ഏറ്റവും ലോ ലെവലിലുള്ള പാർട്ടി എംപ്ലോയീസും, നമ്മുടെ ഗവൺമെന്റ് എംപ്ലോയീസും എല്ലാവർക്കും ഇഷ്ടം പോലെ കൈക്കൂലി കൊടുത്താലേ എന്തേലും നാട്ടിൽ നടത്താൻ പറ്റുള്ളൂ. ആ ഒരു നിലയിലാണ് നമ്മുടെ കറപ്ഷന്റെ ലെവൽ വന്നിരിക്കുന്നത്. പോലീസുകാർക്ക് കൈക്കൂലി, പോലീസുകാര് ഡീസന്റ് ആൾക്കാരുണ്ട്. പക്ഷെ ഭൂരിഭാഗം പേരും ചുമ്മാ പോലീസാണ് കൈക്കൂലി വാങ്ങിക്കണം അല്ലെങ്കിൽ എന്തേലും അവരുടെ കോട്ട നിറയ്ക്കണം എന്നൊക്കെ പേരിൽ മാത്രം. അല്ലാതെ ആക്ച്വൽ ക്രൈം ചെയ്യുന്നവര്. നമ്മുടെ നാട്ടിൽ സ്ഥിരം കാണുന്ന ഒരു സംഭവം മറ്റേ ഡ്രഗ്സ് പിടിക്കുന്നതാ. ഇവര് പിടിക്കുന്നത് എപ്പോഴും നമ്മുടെ ലോ ലെവല് ആൾക്കാര്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴത്തുള്ള ഏറ്റവും ബോട്ടമിലുള്ള 1, 2 പേരെ പിടിച്ചിട്ട് ന്യൂസിന്റെ അകത്തിട്ട് കാണിക്കും ഞങ്ങള് മൊത്തം പിടിച്ചുവെന്ന്.
ആക്ച്വലി ഇത് സ്റ്റോപ്പ് ചെയ്യാനാണെങ്കിൽ ഈ താഴത്ത് പിടിക്കണല്ലാതെ മോളിലുള്ളവന്മാരല്ലേ പിടിക്കേണ്ടത്. ഇത് നാട്ടിലേക്ക് എത്തിക്കുന്ന സപ്ലൈ ചെയ്യുന്ന മോളിലുള്ള മെയിൻ ഡീലേഴ്സിനല്ലേ പിടിക്കേണ്ടത്. പക്ഷെ അവര് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇവർക്ക് കണ്ണ് കാണാൻ പാടില്ല. കണ്ണും കാണാൻ പാടില്ല, ചെവിയും കേൾക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ ഇഷ്ടം പോലെ പീഡന കേസുകൾ നടക്കുന്നുണ്ട്. ഇതിനൊന്നും പിടിക്കാൻ മന്ത്രിയുടെ മക്കള് പീഡന കേസ് മാത്രമല്ല, മറ്റേ വണ്ടി പബ്ലിക്കലി ഓടിച്ച് കേറ്റി ഇറക്കി കൊന്നിട്ട് അവന് മറ്റേ എസ്സേ എഴുതാൻ ശിക്ഷ കൊടുത്ത രാജ്യാ നമ്മടെ. എന്ത് പറയാനാണ്? ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലുള്ള പിള്ളേര് യൂത്ത് ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി തുടങ്ങി അതിനെതിരെ അതിനകത്ത് ജോയിൻ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ നിലയിലാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യം. എന്നിട്ട് കുറെ മുതുക്കന്മാരിരുന്ന് പറയും ഞങ്ങള് മറ്റേ ഇപ്പോഴത്തെ പിള്ളേര് ഭയങ്കര ലേസിയാണ്, തലതെറിച്ചവന്മാരാണ്, വാഴകളാണ്. ഈ രാജ്യം ഈ നിലയിലാക്കി വെച്ചത് നിങ്ങളാടാ കിഴങ്ങന്മാര്. എന്നിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞോണ്ട് നടന്നാ കുറെ മുതുക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് മനുഷ്യന്മാര്. അതുപോലെ തന്നെ നമ്മള് കുറെ പേര് പറയുന്ന സംഭവമാണ് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിനെ വെച്ച് മാങ്ങാത്തൊലി ഉണ്ടെന്നും കുറെ പേര് പറയുന്നുണ്ട്. നമുക്ക് മറ്റേ കുറെ വലിയ ബിൽഡിങ്സ് ഉണ്ട്, പോർട്ടുണ്ട്, മാങ്ങാണ്ടിയുണ്ട്, തേങ്ങാണ്ടിയുണ്ടെന്നൊക്കെ പറയുന്നവരങ്ങുണ്ട്. പക്ഷെ അത് നമ്മള് ഇന്റർനാഷണൽ ലെവലിൽ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ റാങ്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതിന്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറന്റ്ലി അതിനകത്ത് 69 കൺട്രിയേ ഉള്ളൂ. അതിന്റെ അകത്ത് നമ്മുടെ റാങ്കിങ് 51 എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെന്നാ നമ്മളീ പറയണേ. നമ്മള് അതിന്റെ കൂടെയുള്ള നമ്മുടെ രാജ്യങ്ങള് മറ്റേ ആഫ്രിക്കൻ രാജ്യങ്ങളും മറ്റേ ബുൾഗേറിയ അങ്ങനത്തെ കുറെ രാജ്യങ്ങളിലേക്ക് ഒപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. മോളിൽ നിൽക്കുന്ന മെയിൻ കൺട്രീസ് ആയിട്ട് നമ്മള് സ്ഥിരം കമ്പയർ ചെയ്യുന്ന അമേരിക്ക, റഷ്യ, ചൈന അവരുടെയൊന്നും അടുത്ത് പോലും എത്താൻ പറ്റില്ല നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറില്. ആ എന്നിട്ടാണ് ചില ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് പറയുന്നത് നമ്മള് ഭയങ്കര മാങ്ങാത്തൊലിയാണ് നമ്മുടെ രാജ്യം എന്ന്. ഇത് സൗത്തിലേക്ക് വന്നാ പിന്നെ കുറച്ചുകൂടെ എന്തേലും ഉണ്ട്. നോർത്തിലേക്ക് വന്ന് കഴിഞ്ഞാൽ നോർത്ത് ഒരു പർട്ടിക്കുലർ പാർട്ടി റൂൾ ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ അവസ്ഥ പരിതാപകരമാണ്. ഞാൻ ഒരു പാർട്ടിയുടെയും പേര് പറയുന്നില്ല, ഒരു റിലീജിയന്റെയും പേര് പറയുന്നില്ല. കാരണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാം. നിങ്ങൾക്ക് അത്യാവശ്യം തലയുള്ളവരെ കാണുന്നെന്ന് എന്റെ വിശ്വാസം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരെയാ ഉദ്ദേശിക്കുന്നത്, ആരാ പറയുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പൊ അതൊരു സൈഡ്. അത് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഇമ്മാതിരി തെണ്ടിത്തരം, ചെറ്റത്തരമൊക്കെ മോളിലിരുന്ന് കാണിക്കുന്നത് ഭൂരിഭാഗവും ഒരു 50, 60 വയസ്സിന് മോളിലുള്ളവന്മാരാ. എന്നിട്ട് ആ മുതുക്കന്മാരിരുന്നിട്ടാണ് നമ്മളെ നാട്ടിലുള്ള യൂത്തിനെ വിളിക്കുന്നത്, നിങ്ങളാണ് കോക്രോച്ചസ്, പാരസൈറ്റ്സ് എന്നൊക്കെ. ഇവന്റെയൊക്കെ പല്ലടിച്ച് താഴ്ത്തിടാൻ ആൾക്കാരില്ലാത്തോണ്ടാ. നാട്ടിലെ നമ്മുടെ യൂത്തിന്റെ ചോര ഊറ്റി കുടിച്ച് നാടിന്റെ സ്വത്ത് നാട് മൊത്തം ഊറ്റി കുടിച്ച് ഒരു ഇതിനെയൊക്കെ പാരസൈറ്റ് എന്നല്ല ഇതിന് അതിലും കൂടി എന്തോ വൃത്തികെട്ട പേരൊക്കെ ഇവന്മാരെ പറയണ്ടേ. പന്ന ഡാഷ് മക്കള്. എന്നിട്ട് നമ്മളാണ് പ്രശ്നം എന്ന് പറഞ്ഞ് നടന്നാ മതി. ഉം. അതെന്തിലാട്ടെ. അപ്പൊ ഞാൻ ഈ സിജെപി വന്നതിന്റെ മെയിൻ എനിക്ക് ഏറ്റവും ഏറ്റവും ഹാപ്പി ആയിട്ട് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ശരിക്കും ആക്ച്വലി നമ്മുടെ നാട്ടില് ആൾക്കാർക്ക് ഇത് കണ്ട് മടുത്ത് ഇതിനെതിരെ പ്രതികരിക്കണം, നമ്മുടെ നാട് നല്ലതാക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നുള്ളതിന് ഒരു 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 ചെറിയൊരു ഒരു റേ ഓഫ് ലൈറ്റ് ആണിത്. ഇതുകൊണ്ട് ഞാൻ പറയുന്നത് അടുത്ത ദിവസം മറ്റേ സിജെപി നാളെ വന്നിട്ട് എല്ലാം മറിച്ചു മാറ്റി ഇന്ത്യനെ നമ്പർ 1 ആക്കുന്നൊന്നുമല്ല. പക്ഷേ ഇത് ഒരു ഒരു ടേണിംഗ് പോയിന്റ് പോലെ നമ്മുടെ ഹിസ്റ്ററിയിലെ ഒരു ടേണിംഗ് പോയിന്റ് പോലെ ആവാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. ആവുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാരണം ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പൊതുവേ നമ്മുടെ ട്രെൻഡ് വരുന്ന പോലെ ചിലപ്പോൾ ഒന്ന് കത്തിക്കേറിയിട്ട് ചിലപ്പോൾ അങ്ങ് നിന്ന് പോകും. അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ട്. അതുമല്ലാതെ ചിലപ്പോൾ ഇതുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി അടുത്ത ദിവസത്തെ പാർട്ടിയാവണമെന്നില്ല. ഇത് കാരണം വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഇതുകൊണ്ട് മോട്ടിവേറ്റ് ആയിട്ട് വരാം. അപ്പൊ ഈ ഇതുപോലത്തെ ഒരു സ്പാർക്കിന് അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രത്യേകിച്ച് ഒരു മീനിങ്ങും ഇല്ലാത്ത ഒരു കാരണം ആ ഒരു നാട് മാറി വരാൻ വേണ്ടി. കാരണം നല്ല എക്സാമ്പിൾ നേപ്പാള്, ഫിലിപ്പീൻസൊക്കെ എടുത്താൽ മതി. അവിടെ ശരിക്കും നമ്മുടെ വൺ പീസിന്റെ വിങ്സ് ഓഫ് ലിബറേഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഇത് വെച്ചാണല്ലോ റവല്യൂഷന്റെ പുറകെ വന്നത്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്ന് corruption ഒക്കെ മാറ്റി നമ്മുടെ മോളിൽ ഈ മുതുക്കുമാരെയൊക്കെ ഇറക്കി വിട്ടിട്ട് ജെൻസി പിള്ളേരെ കേറി രാജ്യസ്നേഹമുള്ളവരും അത്യാവശ്യം തലയ്ക്കകത്ത് മൂളയും വിവരമുള്ളവരൊക്കെ കേറിയിരുന്ന് ഇന്ത്യനെ അങ്ങ് രക്ഷപ്പെടുത്തും എന്നൊക്കെ ഞാനിങ്ങനെ സ്വപ്നം കാണുമായിരുന്നു. പക്ഷേ ഏതായാലും അങ്ങനെ ഒരു വയലന്റ് റവല്യൂഷൻ ഇന്ത്യയിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് അത്യാവശ്യം കുറച്ചുകൂടി വിവരം ഉണ്ടെന്നാ എന്റെ വിശ്വാസം. നമ്മളൊരു നല്ല രീതിയിൽ നമ്മൾ യൂത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി വിവരമുള്ളവരൊക്കെ ഒരുമിച്ച് കൂടി ഒരു ചേഞ്ച് വരുത്തുമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം ഇതൊക്കെ കണ്ടിട്ട് ഈ സിജെപി കണ്ടപ്പോൾ എനിക്കൊരു പ്രതീക്ഷ തന്നതാ. ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കണം നമ്മുടെ മോളിൽ ഇരുന്ന മറ്റേ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞാ പെൺപിള്ളേരെ എന്തിനാ പഠിക്കാൻ വിടണേ അവരെ വീട്ടിൽ ഇരുത്തിയാൽ പോരെ പെൺപിള്ളേരെ എന്തിനാ പഠിക്കാൻ പോണെന്നൊക്കെ. ഇവനെയൊക്കെയാണവിടെ നമ്മുടെ 2026 ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞ വാക്കാണത്. ഓഹ്! എനിക്ക് ഇതിനോടൊന്നും പറയാൻ പറ്റില്ല. വേറൊരുത്തൻ പറഞ്ഞു മറ്റേ ഗ്രേപ്പ് ചെയ്യപ്പെടു വേണമെങ്കിൽ ലേ ദെയർ ആൻഡ് ടേക്ക് ഇറ്റ് ന്ന്. നമ്മുടെ മോളിലിരിക്കുന്ന മന്ത്രിമാര് പറയുന്ന വാക്കുകൾ അതൊക്കെ. ഇതിനൊക്കെ എന്ത് പറയാനാണ് ഇതിനൊക്കെ? എന്നിട്ട് നമ്മള് എല്ലാത്തിനും പ്രശ്നം ഇപ്പോഴത്തെ യൂത്താ. പിള്ളേരാണ് എല്ലാത്തിനും പ്രശ്നം. നാട്ടിലെ സർവ്വ എല്ലാ പ്രോബ്ലത്തിനും ഉത്തരവാദികൾ പിള്ളേരാ. മോളിലിരിക്കുന്നവരെല്ലാം മറ്റേ ശുദ്ധന്മാരും, വിശുദ്ധന്മാരും, രൂപം കയറ്റി വയ്ക്കാൻ പറ്റിയ വലിയ പുണ്യാളന്മാരും അല്ല. മാങ്ങാണ്ടിയൊന്നും പറയാനില്ല ഞാൻ. അപ്പൊ ഏതായാലും സിജെപി പാർട്ടി ഇപ്പൊ നാളെ വലിയ സംഭവം അല്ലെങ്കിൽ പാർട്ടി രജിസ്റ്റർ ആവുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ചിലപ്പോൾ ആവാതിരിക്കാം. പക്ഷെ ആ കോക്രോച്ച് എന്നുള്ളൊരു ഐഡന്റിറ്റി അത് ഞാൻ അംഗീകരിക്കുന്നു. ഞാനൊരു കോക്രോച്ചാണ് കുഴപ്പമില്ല. കാരണം
കോക്രോച്ചുകൾക്ക് വേറൊരു ഒരു ഫീച്ചറുണ്ട്. സർവൈവേഴ്സാ. ന്യൂക്ലിയർ മറ്റേ ഇവന്റ്സ് പോലും സർവൈവ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റീസ് ഉള്ള വളരെ കുറച്ച് ക്രീച്ചേഴ്സിൽ ഒരെണ്ണമാണ് കോക്രോച്ച്. കോക്രോച്ച് സർവൈവേഴ്സാണ്. അതുകൊണ്ട് ഞാനൊരു കോക്രോച്ചാണെന്നതിൽ അല്ലെങ്കിൽ ഞാനൊരു കോക്രോച്ചാന്നുള്ളതിൽ ഞാൻ പ്രൗഡാണ്. ഈ കോക്രോച്ചസ് എല്ലാം കൂടി നാട് മാറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്കേതായാലും മാറ്റുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കാം നമുക്ക്.